ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ 2 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ റോബസ്റ്റ് പഴമാണ്, നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ, റോബസ്റ്റ് തന്നെ വേണമെന്നില്ല. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം. എന്നിട്ട് പഴത്തിനേതാ ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പഴത്തിൻ്റെ നീളത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് വലിപ്പമില്ലാത്ത പഴമായതുകൊണ്ട് ഇതാ ഇത്രയും മതി. അപ്പോൾ അതാ ഒരു ഉറുമ്പ് കയറി വന്നിട്ടുണ്ട് കേട്ടോ. പഴത്തിൻ്റെ സ്മെല്ല് എവിടെ അടിച്ചാലും ഇവിടെ ഉറുമ്പ് എത്തും. എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഉദാ ഉറുമ്പിനെ ഞാൻ പതുക്കെ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ടുണ്ട്. പഴം ദാ ഇതുപോലെ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ സമൂസ ഷീറ്റ് വാങ്ങിച്ചിട്ടുള്ള സമൂസ ഷീറ്റാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് സമൂസ ഷീറ്റ് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തതാണ് കേട്ടോ, എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് സമൂസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ. ഇനി നമുക്ക് ഓരോ ഷീറ്റിലും ഇതുപോലെ നമ്മൾ ആ ഒരു പഴത്തിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. പിന്നെ പഴം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഷീറ്റിൻ്റെ ഒരു പാകത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പഴത്തിൻ്റെ വലിപ്പം നീളമുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ മൈദയുടെ ആ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതുപോലെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പഴം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോരുന്ന ആ ഒരു വിധത്തിലായിരിക്കരുത്. നല്ല ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്താൽ പിന്നെ പഴം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളകി പോവില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സമൂസയൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ. പിന്നെ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ഓയിലിൽ. അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ എണ്ണയിൽ റോൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് വരും. ഇനി ഇത് നന്നായിട്ട് മൂത്തതായി ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത ഒരു പലഹാരമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല, പഴം മാത്രമേ ഉള്ളൂ. പിന്നെ സമൂസ ഷീറ്റും അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ പുറമെ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള പഴം കൂടിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ അതായത് ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി വേറെ ഒന്നും ഇല്ലെങ്കിലും ഇതിങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയൊക്കെ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതിൻ്റെ ഈ ഒരു 2 സൈഡിലായിട്ടും കുറച്ച് കോക്കനട്ട് വെർമിസെല്ലി, അതായത് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ കുറച്ച് വലുതാണ് കേട്ടോ ഇത്, അതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ഒരു റെഡ് കളറിലുള്ള ഡ്യൂട്ടി ഫ്രൂട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഴത്തിലെ മധുരം മാത്രമേ ഉള്ളൂ. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.